ഏത്തപ്പഴം ചേർത്തിട്ടാണ് ഈ ഒരു കൊഴുക്കട്ട ഉണ്ടാക്കുന്നത്. ഇതുണ്ടാക്കാനായിട്ട് തേങ്ങയൊന്ന് വിളയിച്ചെടുക്കാം. ഉരുക്കിയ ശർക്കരയിലേക്ക് തേങ്ങ ചിരവിയതും ഏലക്കാപ്പൊടിയും കുറച്ച് നെയ്യും കൂടി ചേർത്ത് നന്നായിട്ട് വരട്ടിയെടുക്കാം. എന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്ത് ചൂടാറി കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് ഉരുട്ടി ബോൾസ് ആക്കി വെക്കാം കേട്ടോ. ഇനി ഈ കൊഴുക്കട്ടയ്ക്ക് ആവശ്യമായ ഏത്തപ്പഴം ഒന്ന് പുഴുങ്ങിയെടുത്തിട്ട് അതിന്റെ തൊലിയും നടുക്കുള്ള ഒരു കുരുവൊക്കെ കളഞ്ഞ് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ച് പത്തിരിയൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. മദേഴ്സിന്റെ എല്ലാത്തരം പുട്ടുപൊടികളും മസാലപ്പൊടികളും പായസം മിക്സും ഒക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിലേക്ക് 2 കപ്പ് അരിപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർത്തൊന്ന് മിക്സ് ചെയ്ത ശേഷം കുറേശ്ശെയായിട്ട് തിളച്ച വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് കുഴയ്ക്കാൻ പാകത്തിന് ചൂടാറുന്നത് വരെ ഒന്ന് അടച്ചു വെക്കാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നല്ല മയത്തിലൊന്ന് കുഴച്ചെടുക്കാം. ഇനി കൊഴുക്കട്ട ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് മാവെടുത്തൊന്ന് ഉരുട്ടിയിട്ട് നടുക്കൊരു കുഴി പോലെ ആക്കിയിട്ട് തേങ്ങ വിളയിച്ചത് വെച്ചു കൊടുത്ത് ഒന്ന് ക്ലോസ് ചെയ്ത് ഉരുട്ടി ഒന്ന് ഷേപ്പ് ആക്കിയെടുക്കാം. ഇനി ഇത് സ്റ്റീമറിൽ വെച്ചിട്ട് 20 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒട്ടും പൊട്ടിപ്പോവാത്ത നല്ല സോഫ്റ്റ് പഴം കൊഴുക്കട്ട റെഡിയാവും കേട്ടോ. ഇതുവരെ കൊഴുക്കട്ട ഉണ്ടാക്കിയിട്ട് ശരിയായിട്ടില്ലെങ്കിൽ മദേഴ്സിന്റെ അരിപ്പൊടി കൊണ്ടൊന്നും ഉണ്ടാക്കി നോക്കാം.